മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ അപ്പോൾ തന്നെ എടുത്ത് പ്രയോഗിക്കുന്ന ഒരു ശീലം നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ട്. എന്നാൽ ഇത്തവണ പ്രയോഗിച്ച മാസ്റ്റർ സ്ട്രോക്ക്, ഇത്തവണ രാഹുൽ ഗാന്ധി ഇറക്കിയ മാസ്റ്റർ സ്ട്രോക്ക് എപ്പോഴത്തെയും പോലെ തന്നെ സ്വന്തം നെഞ്ചത്ത് തന്നെ തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ്. രാജ്യത്ത് പാചകവാതക ശാപമാണെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച ചിത്രം കണ്ട് ജനം ശരിക്കും ചിരി ഒതുക്കുകയാണ്. കാരണം മോദിയെ അടിക്കാൻ രാഹുലും സംഘവും ഉപയോഗിച്ചത് സ്വന്തം UPA സർക്കാരിന്റെ കാലത്തെ ഗ്യാസ് ക്ഷാമത്തിന്റെ ചിത്രമായിരുന്നു. മോദി കാ മാസ്റ്റർ സ്ട്രോക്ക്, മോദി കി ലൈൻ ലഗാവോ യോജന തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് ഗ്യാസ് സിലിണ്ടറുകളുമായി ആളുകൾ വരി നിൽക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പോസ്റ്റ് ചെയ്തത്. മോദി സർക്കാരിന്റെ നയങ്ങൾ കാരണം LPG ക്ഷാമമുണ്ടായി എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ മിനിറ്റുകൾക്കകം ഗ്രോക്ക് AI അടക്കമുള്ള ഫാക്ട് ചെക്കിംഗ് സംവിധാനങ്ങൾ കോൺഗ്രസിന്റെ കള്ളം പൊളിച്ചടുക്കി കൊടുക്കുകയായിരുന്നു. കോൺഗ്രസ് പങ്കുവച്ച ചിത്രം 2011 ഏപ്രിൽ 22 കോൺഗ്രസ് നയിച്ച UPA സർക്കാരിന്റെ കാലത്ത് ജമ്മു കാശ്മീരിൽ ഗ്യാസ് ക്ഷാമം ഉണ്ടായപ്പോൾ എടുത്ത ചിത്രമാണെന്ന് AI വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നാണം കെട്ട കോൺഗ്രസ് നേതൃത്വം സൈബർ അടുത്ത് നിന്ന് തന്നെ പോസ്റ്റ് മുക്കി തടിയൂരുകയായിരുന്നു. ബാംഗ്ലൂരിലും ചെന്നൈയിലും ചില ഹോട്ടലുകൾ അടച്ചിട്ടത് ചൂണ്ടിക്കാട്ടിയാണ് രാജ്യത്ത് ഗ്യാസ് ക്ഷാമമാണെന്ന് കോൺഗ്രസും ചില ഗ്രൂപ്പുകളുമൊക്കെ പരിഭ്രാന്തി പരത്തുന്നത്. മുംബൈയിലുമൊക്കെ റെസ്റ്റോറന്റുകൾ അടച്ചു കിടപ്പുണ്ട്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത മറ്റൊന്നാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരുടെ വീടുകളിലേക്കും ആശുപത്രികളിലേക്കുമൊക്കെയുള്ള ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണം തടസ്സമില്ലാതെ നടക്കാൻ വേണ്ടി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വിതരണം കേന്ദ്ര സർക്കാർ താൽക്കാലികമായി നിയന്ത്രിച്ചിരിക്കുകയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി നിയമപ്രകാരം ഹോട്ടലുകൾക്ക് ഗ്യാസ് വൻതോതിൽ വാങ്ങി പൂഴ്ത്തിവെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വാണിജ്യ സപ്ലൈ കുറഞ്ഞപ്പോൾ അവർക്ക് സ്വാഭാവികമായും ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വന്നു. അല്ലാതെ ഇതൊരു ദേശീയ പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഹോട്ടൽ യൂണിയനുകളുടെ സമരമോ ഒന്നും തന്നെ അല്ല. വീടുകളിലെ അടുപ്പ് എരിയാൻ വേണ്ടിയാണ് വാണിജ്യ സപ്ലൈ സർക്കാർ വെട്ടിച്ചുരുക്കിയതെന്ന് മനസ്സിലാക്കണം. സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ ഉപഭോക്താക്കൾ തിരക്ക് കൂട്ടരുതെന്നും വിതരണ സമയം ഇപ്പോഴും 2.5 ദിവസമായി തന്നെ തുടരുകയാണെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സത്യങ്ങൾ മറച്ചുവെച്ചാണ് കോൺഗ്രസ് പഴയ ചിത്രങ്ങൾ വെച്ച് ജനങ്ങളിൽ ഭീതി പടർത്താൻ ശ്രമിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതൊരു രാജ്യവും പ്രതിസന്ധി നേരിടുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണ് ജനാധിപത്യ മര്യാദ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പോലും അങ്ങനെ നിന്നിട്ടില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് മേൽ ആശങ്ക നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിന് പകരം അവരെ പരിഭ്രാന്തരാക്കാനാണ് കോൺഗ്രസിന്റെ ചിന്താഗതി. എങ്ങനെ പരിഭ്രാന്തരാക്കാം എന്നുള്ളതാണ്. ഇതൊരു ദേശീയ പാർട്ടിക്ക് ചേർന്ന സ്വഭാവമല്ല. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പോലും ഇതിലും പക്വത കാണാൻ കഴിയും. നടന്മാരുടെ ഫാൻസ് അസോസിയേഷനുകളുടെ നിലവാരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയേണ്ടി വരും. കാരണം അവരാണല്ലോ അവരുടെ പ്രിയപ്പെട്ട താരത്തിന്റെ എതിരാളികൾക്ക് നേരെ ഇതുപോലത്തെ തറപരിപാടികളൊക്കെ കാണിക്കുന്നത്. ഇന്റർനെറ്റിന് നല്ല ഓർമ്മശക്തി ഉണ്ടെന്ന് കോൺഗ്രസ് IT സെൽ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു സ്വന്തം ഭരണകാലത്തെ കെടുകാര്യസ്ഥതയുടെ ചിത്രങ്ങൾ വെച്ച് ഇന്നത്തെ സർക്കാരിനെ വിമർശിക്കാൻ ഇറങ്ങിയാൽ ഇതിലും വലിയ അബദ്ധങ്ങൾ ഇനിയും പിണയും. ഇല്ലാത്ത ക്ഷാമത്തിന്റെ പേരിൽ കോൺഗ്രസ് പടച്ചുവിടുന്ന ഇത്തരം വ്യാജ വാർത്തകളെ ജനം അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയണം. രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നവർക്ക് വരും നാളുകളിൽ ജനങ്ങൾ തന്നെ കൃത്യമായ മറുപടി നൽകണം. ന്യൂസ് ഡെസ്ക് മലയാളം.